ഹലോ ഓൾ വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ന്യൂറോ അനാട്ടമിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സെറിബ്രം. സെറിബ്രത്തിന് പല സർഫസ് ഉണ്ട്. സൂപ്പർലാറ്റർ സർഫസ് ഉണ്ട്, മീഡിയൽ സർഫസ് ഉണ്ട്, അങ്ങനെ പല സർഫസ് ഉണ്ട്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു സർഫസാണ് സൂപ്പർലാറ്റർ സർഫസ്. അതിൻ്റെ സൽസേ ഗൈറിയൻ ഫങ്ഷണൽ ഏരിയ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സൽസേ ഗൈറിയെ പറ്റി നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഫിഗർ വരച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപാട് എഴുതി ടൈം കളയുന്നതിനേക്കാളും നമുക്ക് ടൈം സേവ് ചെയ്യാനും പറ്റും, അതുപോലെ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക, അതിൽ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാൻ പോണേ. സെൻട്രൽ സൾക്കസ് നേരെ കണ്ടോ, നമുക്ക് കാണാൻ പറ്റുന്ന സെൻട്രലിൽ പോകുന്നതാണ് സെൻട്രൽ സൾക്കസ്. അതിന് മുന്നിലും പിറകിലുമായിട്ട് പ്രീ സെൻട്രൽ സൾക്കസും ഉണ്ട്, പോസ്റ്റ് സെൻട്രൽ സൾക്കസും ഉണ്ട്. ഓക്കെ, ദെൻ സെൻട്രൽ സൾക്കസിനും പ്രീ സെൻട്രൽ സൾക്കസിനും ഇടയിലുള്ളതാണ് പ്രീ സെൻട്രൽ ഗൈറസ്. അതുപോലെ സെൻട്രൽ സൾക്കസിനും പോസ്റ്റ് സെൻട്രൽ സൾക്കസിനും ഇടയിലുള്ളതാണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ്. ഓക്കെ, ദെൻ ലാറ്ററൽ സൾക്കസ്. ഓക്കെ, ലാറ്ററൽ സൾക്കസിനെ പറ്റി പറയുമ്പം അത് മൂന്ന് റാമയായിട്ട് പോകുന്നുണ്ട്. ആൻറ്റീരിയർ ഹൊറിസോണ്ടൽ, ആൻറ്റീരിയർ അസെൻഡിങ് ആൻഡ് പോസ്റ്റീരിയർ റാമസ് ഓഫ് ലാറ്ററൽ സൾക്കസ്. ഓക്കെ, അപ്പോൾ ലാറ്ററൽ സൾക്കസിനെ കണ്ടു, സെൻട്രൽ സൾക്കസിനെ കണ്ടു. ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ഇനി നമ്മുടെ സെറിബ്രത്തിന് 4 ലോബ് ഉണ്ടല്ലോ. മീഡിയൻ, ഫ്രണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, പരേറ്റൽ ലോബ്, ഓസ്പിറ്റൽ ലോബ്. ഒക്കെ അത് നമ്മൾ ഫ്രണ്ടൽ ലോബ് നോക്കാം. ഫ്രണ്ടൽ ലോബിൽ കാണുന്ന ഗൈറസുകൾ നോക്കാം. അതാണ് ഫ്രോണ്ടൽ. അതുകൊണ്ട് തന്നെ ഗൈറെ ഫ്രോണ്ടൽ എന്ന് പേര് വരുന്നുണ്ട്. കണ്ടോ, സുപ്പീരിയർ ഫ്രോണ്ടൽ ഗൈറസ്, മിഡിൽ ഫ്രോണ്ടൽ ഗൈറസ് ആൻഡ് ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറസ്. അതാണ് ഈ ഫ്രോണ്ടൽ ലോബിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. സെൻട്രൽ സൾക്കസും പ്രീ സെൻട്രൽ, പോസ്റ്റ് സെൻട്രൽ സൾക്കസും ഗൈറസൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയുള്ളതാണ് നമ്മുടെ പരേറ്റൽ ലോബ്. പരേറ്റൽ ലോബിൽ കാണുന്നൊരു സൾക്കസാണ് ഇൻട്രാ പരേറ്റൽ സൾക്കസ്. ഓക്കെ, ഇൻട്രാ പരേറ്റൽ സൾക്കസ് ഈ പരേറ്റൽ ലോബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സുപ്പീരിയർ പരേറ്റൽ ലോബ്യൂൾ ആൻഡ് ഇൻഫീരിയർ പരേറ്റൽ ലോബ്യൂൾ. പിന്നെ കണ്ടു ഓസിപിറ്റൽ ലോബ്. ഓസിപിറ്റൽ ലോബിൽ കാണുന്ന സൾക്കസ് എന്തൊക്കെയാണ്? ലൂണേറ്റ് സൾക്കസ്, അതുപോലെ പോസ്റ്റ് കാൽക്രൈൻ സൾക്കസ്. പിന്നെ നമ്മുടെ ടെമ്പറൽ ലോബ്. ടെമ്പറൽ ലോബിൽ 3 ഗൈറസ് ഉണ്ട്. സുപ്പീരിയർ ടെമ്പറൽ ഗൈറസ്, മിഡിൽ ടെമ്പറൽ ഗൈറസ് ആൻഡ് ഇൻഫീരിയർ ടെമ്പറൽ ഗൈറസ്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഫിഗർ ഒന്ന് വരച്ച് പഠിച്ചാൽ മതി. പിന്നെ അപ്പോൾ സൽസേ ഗൈറയെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഇനിയുള്ളതാണ് നമ്മുടെ ഫങ്ഷണൽ ഏരിയ. ഫങ്ഷണൽ ഏരിയയും ഇതുപോലത്തെ ഒരു ഫിഗർ വരയ്ക്കുക. കുറച്ച് ഏരിയ അത് നമ്മളൊന്ന് 2 പ്രാവശ്യം പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലിരുന്നോളൂ. ഓക്കെ, ആദ്യത്താണ് 132 ഏരിയ. 132 എന്താണ്? പ്രൈമറി സൊമാറ്റോ സെൻസറി ഏരിയ. ദെൻ ഏരിയ 4 വരുന്നുണ്ട്. ഇവിടെ നമ്മൾ സെൻട്രൽ സൾക്കസ്, പ്രീ സെൻട്രൽ, പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏരിയ 132 പ്രൈമറി സൊമാറ്റോ സെൻസറി ഏരിയ. ഏരിയ 4 എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈമറി മോട്ടർ ഏരിയ. ഓക്കെ, ഇനി ഏരിയ 4ന് തൊട്ട് മുമ്പിലുള്ളത് ആണല്ലോ ഏരിയ 6. അതുകൊണ്ട് ഏരിയ 4 പ്രൈമറി മോട്ടർ ഏരിയ ആയതുകൊണ്ട് ഏരിയ 6 എന്താണ്? പ്രീ മോട്ടർ ഏരിയ. ഓക്കെ, അപ്പം ഏരിയ 132 കഴിഞ്ഞു, 4ഉം 6ഉം കഴിഞ്ഞു. ഇനി 8 അതാണ് ഫ്രോണ്ടൽ ഐ ഫീൽഡ്. ഓക്കെ, ഏരിയ 8 എന്താണ്? ഫ്രോണ്ടൽ ഐ ഫീൽഡ്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏരിയ 44ഉം ഏരിയ 45ഉം. അത് രണ്ടും എന്താണ്? ബ്രോക്കാസ് മോട്ടർ ഏരിയ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കേട്ടോ, ബ്രോക്കാസ് മോട്ടർ ഏരിയ. ഏരിയ 44ഉം 45ഉം. ദെൻ നമുക്കൊരു ഏരിയ 70 കണ്ടോ. ഇതെന്താ? വിഷ്വൽ ഏരിയ ആണ്. ഓക്കെ, ഏരിയ 70 എന്ന് പറയുമ്പോൾ പ്രൈമറി വിഷ്വൽ ഏരിയ ആണ്. ഇനി ഏരിയ 18ഉം 19ഉം കണ്ടോ, വിഷ്വലി അസോസിയേഷൻ ഏരിയ ആണ്. ഓക്കെ, വിഷ്വൽ അസോസിയേഷൻ ഏരിയ ആണ് ഏരിയ 19ഉം 18ഉം. അപ്പോൾ പ്രൈമറി വിഷ്വൽ ഏരിയയും അതിൻ്റെ അസോസിയേഷൻ ഏരിയ. ഇനി കണ്ടോ ഏരിയ 22ൻ്റെ മേലെയായിട്ടൊരു ഈ ഒരു ഏരിയ കണ്ടോ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അതാണ് നമ്മുടെ പ്രൈമറി ഓഡിറ്ററി ഏരിയ. ഏരിയ 41, 42 ആണ് പ്രൈമറി ഓഡിറ്ററി ഏരിയ. പിന്നെ ഈ ഒരു ഏരിയ കണ്ടോ, ഏരിയ 22, 14, 31. ഇതിൻ്റെ കളക്റ്റീവിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? വെർണിക്കേഴ്സ് സെൻസറി സ്പീച്ച് ഏരിയ. ഓക്കെ, വെർണിക്കേഴ്സ് സെൻസറി സ്പീച്ച് ഏരിയ. അപ്പം പ്രൈമറി സൊമാറ്റോ സെൻസറി ഏരിയ ഉണ്ട്, പ്രൈമറി മോട്ടർ ഏരിയ ഉണ്ട്, പ്രീ മോട്ടർ ഏരിയ ഉണ്ട്, ഫ്രോണ്ടൽ ഐ ഫീൽഡ് ഉണ്ട്, ബ്രോക്കാസ് മോട്ടർ ഏരിയ ഉണ്ട്, പ്രൈമറി വിഷ്വൽ ഏരിയയും വിഷ്വൽ അസോസിയേഷൻ ഏരിയ ഉണ്ട്, അതുപോലെ വെർണിക്കേഴ്സ് സെൻസറി സ്പീച്ച് ഏരിയ ഉണ്ട്. ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഏരിയയും അതുപോലെ സൽസേ ഗൈറിയൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൽസേ ഗൈറിയൻ ഫങ്ഷണൽ ഏരിയ ഓഫ് സൂപ്പർലാറ്റർ സർഫസ് ഓഫ് സെറിബ്രം. താങ്ക് യു.